മറ്റാരുടെ ചിത്രങ്ങളാണ് എന്നും ശ്യാമപ്രസാദ് എന്ന സംവിധായകൻ്റെ മനസ്സ് കീഴ്പ്പെടുത്തിയിട്ടുള്ളത്? ഏറ്റവും നമ്പർ 1 എന്ന് ഞാൻ പറയുന്നത് അപരാജിതോ തന്നെയാണ്. അതിലെ സന്ദർഭവും നമ്മൾ നേരത്തെ ഇറാനിയൻ ചിത്രങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ സത്യജിത്രയുടെ ഉദാഹരണവും ഈ പറഞ്ഞ പോലെ അദ്ദേഹം വലിയൊരു ഫിലിം മേക്കറായിട്ടും അദ്ദേഹം സ്വീകരിച്ചത് പലപ്പോഴും പരകീയമായിട്ടുള്ള വിഷയങ്ങളാണ്. വിഭൂതിഭൂഷൻ്റെ നോവലാണ് ഈ 3 ചിത്രങ്ങൾക്കും ആധാരം, അതുപോലെ തന്നെ മറ്റ് പല സിനിമകളും. പക്ഷേ സത്യജിത്രയ്ക്ക് ആ നോവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായിട്ടുള്ള ശക്തമായിട്ടുള്ള തീവ്രതയുള്ളൊരു അനുഭവ ലോകം ഉണ്ടാക്കാൻ സാധിച്ചു. ആസ് എ ഫിലിം മേക്കർ അതാണ് അദ്ദേഹത്തിൻ്റെ വിജയം. നമ്മളെ സത്യത്തെ കാണിച്ചു തന്നു. ഞാനത് 1970-കളിൽ കാണുമ്പോൾ കേരളത്തിൽ ജീവിച്ച ബംഗാളിൻ്റെ ഒരു ചിത്രവും കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക്, ഒരു കുട്ടിക്ക് അത് മനസ്സിനെ വല്ലാതെ അഗാധമായി സ്പർശിച്ചു. ഒരു അമ്മയെക്കുറിച്ചും മകനെക്കുറിച്ചുള്ളൊരു കഥ ആലോചിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പഥേർ പാഞ്ചാലിയും അപരാജിതമാണ് വന്നറിയുന്നത്. അതാണ് കലയുടെ ശക്തി എന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഒരു സത്യം അതിനെ ഏത് കാലത്തിലേക്കും അത് വിക്ഷേപിക്കാൻ കഴിയണം. അതുപോലുള്ള സിനിമകളാണ് എനിക്ക് അധികം ഇഷ്ടം. വൈകാരികമായിട്ടുള്ള സത്യസന്ധതയുള്ള സിനിമകളാണ് എനിക്ക് കാണാനിഷ്ടം. പക്ഷേ എന്നാൽ മറ്റ് പല ദേശങ്ങളിലെയും ശൈലീപരമായി മികച്ചതായിട്ടുള്ള പല സിനിമകളും ഞാൻ ആരാധിക്കുന്നുണ്ട്, ആ ഫിലിം മേക്കറുടെ കഴിവുകളെ. ഉദാഹരണത്തിന് ബെർഗ്മാൻ്റെ വളരെ മനഃശാസ്ത്രപരമായിട്ടുള്ള സിനിമകൾ, കുറസോവയുടെ ഒരു എപ്പിക്കലായിട്ടുള്ള വളരെ എപ്പിക്കായിട്ടുള്ള സിനിമകൾ, അതുപോലെ ഫാസ്ബെൻഡറുടെ വളരെ ശൈലീകൃതമായിട്ടുള്ള സിനിമകൾ, ഇന്ത്യൻ ഫിലിം മേക്കേഴ്സ് തന്നെ ശ്യാം ബെനഗലെ പോലുള്ള ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ഫിലിം മേക്കേഴ്സ് ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു, ഇതെല്ലാം എന്നെ ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷേ ഇഫ് യു ആസ്ക് മീ ടു ഗിവ് എ ചോയ്സ്, ഐ വുഡ് ചൂസ് ദ വൺ വിച്ച് വിൽ ടച്ച് മീ ഇമോഷണലി. കലാപരമായിട്ട് എന്നെ ഇംപ്രസ് ചെയ്യുന്ന സിനിമകളെക്കാളും ജീവിതത്തിൻ്റെ ദർശനം കൊണ്ട് എന്നെ ഇംപ്രസ് ചെയ്യുന്ന സിനിമകളാണ് എനിക്കിഷ്ടം. പ്രേക്ഷകരും മാധ്യമങ്ങളും ഇപ്പോൾ ചലച്ചിത്ര ലോകം തന്നെ ഇപ്പോൾ വേർതിരിച്ചിരിക്കുന്ന ഒന്നാണ് ആർട്ട് ഫിലിം, കൊമേഴ്ഷ്യൽ ഫിലിം എന്നൊക്കെ. ഒരു ചിത്രം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ഇത് കേട്ടു തുടങ്ങാറുണ്ട്. താങ്കൾ ഇതിനെ എങ്ങനെയാണ് വേർതിരിച്ച് കാണുന്നത്? ഒരു സിനിമ ഉണ്ടാക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഈ നമ്മളുടെ ഒരു ആസ്വാദക ലോകം എന്ന് പറയില്ല, അറ്റ്ലീസ്റ്റ് നിരൂപക ലോകവും നമ്മളുടെ മാർക്കറ്റും ഇതുപോലെ ഉണ്ടാക്കിയിരിക്കുന്ന വളരെ കൃത്രിമമായിട്ടുള്ള ലേബലുകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അപകടമാണ്. സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ആർട്ട് തന്നെയാണ്, ഒരു ആർട്ട് ഫോം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ആർട്ട് സിനിമ എന്ന് പറയുന്ന ഒരു ജനുസ് നമ്മളുടെ നാട്ടിലുണ്ടാക്കിയിട്ടുള്ള പല പ്രോഡക്ട്സിൻ്റെയും പല പ്രത്യേകതകളും കാരണം പ്രേക്ഷകർ അതിൽ നിന്നും ഒരു പ്രേക്ഷകൻ അതിൽ നിന്നും മുഖം തിരിച്ചൊരവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ആർട്ട് സിനിമ എന്നതുകൊണ്ട് അവർ വിവക്ഷിക്കുന്നത് ഇത് വളരെ സ്ലോ ആയിട്ടുള്ള സിനിമയാണ്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, ഇങ്ങനെയൊക്കെയുള്ള വളരെ എന്താ പറയുക ഉപരിപ്ലവവും എന്നാൽ പ്രേക്ഷകൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഒരുപക്ഷെ സത്യസന്ധവുമായിട്ടുള്ള ഒരു റിയാക്ഷനാണ്. ഇത് പറഞ്ഞ പോലെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചോളം സിനിമകൾ ഒരു കല എന്നുള്ള രീതിയിൽ, കലാരൂപം എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ അപ്രോച്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനെ ഏറ്റവും സംവേദനക്ഷമമാക്കാനും എന്നുവെച്ചാൽ വൈകാരികമായി സംവേദനക്ഷമമാക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെയുള്ള സിനിമകൾ എനിക്ക് താല്പര്യമുള്ളൂ. ബൗദ്ധികമായിട്ടുള്ള സിനിമയിൽ എനിക്ക് താല്പര്യമില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ലേബലുകൾ നമ്മളെ പിന്തുടരുന്നുണ്ട്. വുഡി ആലൻ്റെ ഒരു വളരെ പ്രസിദ്ധമായൊരു ജോക്കുണ്ട്, ഐ ഡോണ്ട് വോണ്ട് ടു ബിലോങ് ടു ദ ക്ലബ് വിത്ത് വിച്ച് ഐ ക്യാൻ ബി എ മെമ്പർ. എന്നെ മെമ്പറാക്കാവുന്ന ക്ലബ്ബിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന പോലെ ഈ ക്ലബ്ബിൽ ആയിട്ടല്ല ഞാൻ എന്നെ കാണുന്നത്. സിനിമ എന്നുള്ളത് ലോകത്ത് എമ്പാടുമുള്ളതുപോലെ തന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ഇമോഷണൽ വിഷ്വൽ എക്സ്പീരിയൻസ് കൊടുക്കാൻ കഴിവുള്ള ഒരു കലയാണ്. അതിനെ അങ്ങനെ തന്നെ ഉപയോഗിക്കാനാണ് എനിക്ക് താല്പര്യം. പക്ഷേ ഞാൻ സ്വീകരിക്കുന്ന പ്രമേയങ്ങൾ ഒരു പക്ഷേ ഈ മെയിൻ സ്ട്രീം സ്വീകരിക്കുന്ന പ്രമേയങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കാം. എൻ്റെ കഥാപാത്രങ്ങൾ ഇവരുടെ പല ഡെഫിനിഷൻസിൽ നിൽക്കുന്ന ആളുകളായിരിക്കില്ല. ഒരു മെയിൻ സ്ട്രീം സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എല്ലാം വളരെ ലളിതവൽക്കരിക്കപ്പെട്ടിട്ടുള്ളതായിരിക്കും. അതിനകത്ത് നായകനും നായികയും വില്ലനും എല്ലാം വളരെ സിംപ്ലിഫൈഡാണ്. അതിൽ ശരി തെറ്റ്, നല്ലയാൾ ചീത്തയാൾ എന്നൊക്കെ വളരെ വിഭജനം ഉണ്ടാകും. ഒരുപക്ഷെ എൻ്റെ സിനിമ മാറി നിൽക്കുന്നത് ജീവിതത്തെയും സത്യത്തെയും കുറേയും കൂടി സൂക്ഷ്മമായും കുറേയും കൂടി ആഴത്തിലും സമീപിക്കാൻ ശ്രമിക്കുന്നതിലാണ്. അതർവൈസ് അതിൻ്റെ സാങ്കേതികമായിട്ട് ജടിലമൊന്നുമല്ല,
ഒരിക്കലും അത് നമ്മളെ പ്രേക്ഷകനെ അകറ്റി നിർത്തുന്ന സിനിമകളല്ല. മനസ്സിലാകുക എന്നുള്ളത് അതിലൊരു ഇഷ്യൂ അല്ല. പക്ഷേ പ്രേക്ഷകനെ വെറുതെ രസിപ്പിക്കാൻ വേണ്ടി മാത്രം ഇറക്കുന്ന പാക്കേജുകളിൽ നിന്നും തീർച്ചയായും വിഭിന്നം തന്നെയാണ്. സിനിമ വളർന്നു, പ്രേക്ഷകരുടെ ആസ്വാദന ശേഷിക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ സാങ്കേതികത വളർന്നിട്ടുണ്ട്. സാങ്കേതികത സിനിമയിൽ ആരോഗ്യകരമല്ലാത്ത രീതിയിൽ കടന്നു വരുന്നു എന്നൊരു അഭിപ്രായമുണ്ട് പൊതുവെ. ഇപ്പോൾ താങ്കളുടെ ചിത്രങ്ങളിപ്പോൾ ഈ പറയുന്ന സാങ്കേതികതയുടെ പിന്നാലെ പോകുന്നത് കാണാറില്ല. ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, ഈ സാങ്കേതികതയിൽ ഊന്നിയുള്ള സംഭാഷണങ്ങൾ സിനിമയുടെ യഥാർത്ഥത്തിലുള്ള ഇഷ്യൂസിലേക്കല്ല ചെല്ലുന്നത്. ടെക്നോളജി ഈസ് ഓൺലി എ ടൂൾ. ഈ ടെക്നോളജി ഒന്നും ഇല്ലാത്ത സമയത്തും ഗ്രേറ്റ് ഫിലിംസ് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ടെക്നോളജി എന്നുള്ളത് പലപ്പോഴും ഗ്രേറ്റ്നെസ്സിനെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ടെക്നോളജി എന്തിനുപയോഗിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അല്ല, ടെക്നോളജി ഫിലിം മേക്കറുടെ ടെക്നോളജിയിലുള്ള ഒരു കഴിവ് കാണിക്കാനോ അല്ലെങ്കിൽ അയാളുടെ ഒരു സ്റ്റൈൽ അവതരിപ്പിക്കാനോ വേണ്ടി ടെക്നോളജി ഉപയോഗിക്കുമ്പോഴാണത് വേസ്റ്റ് ആവുന്നത്. നേരെ മറിച്ച് പ്രമേയത്തിന് അനുയോജ്യമായ രീതിയിൽ ശൈലി ഉണ്ടാവുക, അത് തീർച്ചയായും പ്രമേയത്തെ ഒന്നുകൂടി പ്രേക്ഷകനിലേക്ക് അർത്ഥവത്താക്കി കൊണ്ടുവരാൻ ആ ശൈലി ഉപയോഗിക്കുക, ഇതൊക്കെയാണ് പ്രധാനം. അപ്പോൾ ടെക്നോളജി ഐ ട്രൈ ടു യൂസ് ദി ബെസ്റ്റ് ടെക്നീഷ്യൻസ് പോസിബിൾ അവൈലബിൾ. പക്ഷേ ആ ടെക്നീഷ്യൻസിനെ ഒന്നും അവരുടെ ഒരു സാങ്കേതിക പ്രകടനത്തിന് വേണ്ടിയല്ല ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ ഫിലിം മേക്കിങ്ങിലുള്ള എൻ്റെ കാഴ്ചപ്പാടുകളെ അവതരിപ്പിക്കാൻ സൗന്ദര്യാത്മകമായി എങ്ങനെ ചെയ്യാം, ദാറ്റ് ഈസ് വാട്ട് ഐ ട്രൈ ടു. ഏത് തരം സിനിമകളോടാണ് വിയോജിപ്പുള്ളത്? സിനിമ എന്നല്ല, ഏത് കലയും സത്യത്തോടടുക്കാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് ഒരു സാധാരണ കാണിക്ക് അല്ലെങ്കിൽ വായനക്കാരനെ തിരിച്ചറിയാൻ കഴിയാത്ത അനുഭവത്തിൻ്റെ സത്യത്തെ നമുക്ക് മുമ്പിൽ ഒരു ഫ്രെയിം വർക്കിലൂടെ ഒതുക്കി തരുന്നവരാണ് കലാകാരൻ. അസത്യാത്മകമായ കലയാണ് എനിക്ക് ദേഷ്യം. ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് തികച്ചും ജീവിതത്തിൻ്റെ സത്യങ്ങളുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ കാണിക്കുന്ന തരം സിനിമകളും കലയുമാണ് എനിക്ക് വിദ്വേഷം. സത്യത്തെ അന്വേഷിക്കുന്ന കല അത് ഇംപെർഫെക്റ്റ് ആണെങ്കിൽ പോലും അതെനിക്ക് ഇഷ്ടമാണ്. ഒരേക്കടൽ അടക്കമുള്ള ഓരോ ചിത്രങ്ങളും ഈ മാനസിക പിരിമുറുക്കങ്ങൾ നിറഞ്ഞു നിന്ന ചിത്രങ്ങളായിരുന്നു. ഒരു സംവിധായകനെ സംബന്ധിച്ച് മാനസികമായിട്ട് കഥാപാത്രങ്ങളോട് ഏറെ അടുത്ത് നിന്നേ മതിയാവും തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, ഓരോ സിനിമയും തീർക്കുന്നതിൻ്റെ ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപ് വരെ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ, അതുപോലെ ഒരു തിരക്കഥാകൃത്തും സംവിധായകനും അനുഭവിക്കുന്ന മാനസികാവസ്ഥയുടെ ഏറ്റക്കുറച്ചിലുകൾ ഇതെത്രത്തോളം ഉണ്ടാവും? എഴുത്തുകാരൻ്റെ നിന്നും വളരെ വ്യത്യസ്തമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എഴുത്തുകാരന് ജീവിതവും പേനയും അതിനിടയിലൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരൻ്റെ കഴിവിൻ്റെ പരിമിതി മാത്രമാണ് വേറെ എന്തെങ്കിലും പ്രോബ്ലംസായി വരുന്നത്. ഇതിനെക്കുറിച്ചൊരു ഫിലിം മേക്കർ എന്നുള്ളത് തന്നെപ്പോലെ ക്രിയാത്മകമായി ചിന്തിക്കുന്ന 100ഓളം ആളുകളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് ഒരു ഏകാന്തമായ പ്രോസസ്സല്ല. തൻ്റെ മനസ്സിലുള്ള ആശയം ക്യാമറമാനിൽ നിന്നും എഡിറ്ററിൽ നിന്നും ആക്ടേഴ്സിൽ നിന്നും സംഗീതജ്ഞരിൽ നിന്നും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഫിലിം മേക്കറുടെ ഏറ്റവും വലിയ ഒരു സ്കിൽ, ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി കമ്മ്യൂണിക്കേഷനിലാണ്. എങ്ങനെ മറ്റൊരാളിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, തൻ്റെ വിഷൻ്റെ 100% ഒട്ടും ചോർച്ചയില്ലാതെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു ഫിലിം മേക്കറുടെ കഴിവിൻ്റെയും വിജയത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ലക്ഷണം. ഷൂട്ടിംഗ് സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ആക്ടേഴ്സുമായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എന്നുവെച്ചാൽ അവർ മനുഷ്യജീവികളാണ്, അവർക്ക് അവരുടേതായിട്ടുള്ളൊരു അനുഭവ ലോകമുണ്ട്. അപ്പോൾ നമ്മൾ കഥാപാത്രം ഇന്ന സിറ്റുവേഷനിൽ ഇന്ന രീതിയിലാണ് ബിഹേവ് ചെയ്ത് എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി ആ രീതിയിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് ആ സീൻ പൂർണ്ണമാവുന്നത്. ഇത് ശരിക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഞാൻ ആ സീനിനെ കണ്ട രീതിയിൽ എത്രത്തോളം ട്രൂത്ത് ഉണ്ട്, എത്രത്തോളം അത് യഥാർത്ഥമാണ് എന്നുള്ളത് നല്ലതിൻ്റെ ഒരു തെളിവും കൂടിയാണത്. ഒരു അഭിനേതാവിലേക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ്. സോ അവർ ചെയ്ത് ഫലിപ്പിക്കുമ്പോൾ അവരും അതിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇതിന് തെളിയുന്നത്. സോ ഇത്തരത്തിലുള്ളൊരു ഭയങ്കര ഇൻറ്റൻസ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ലോകമാണ് എനിക്ക് ഫിലിം മേക്കിങ്ങിൻ്റെ ലോകം. അല്ലാതെ ഒരു ഏകാന്തതയും ഒരു വ്യഥയും ഒന്നുമല്ല. ഓഫ് കോഴ്സ്
പ്രോബ്ലംസൊക്കെ ഉള്ള ഒരു മേഖലയാണ് ഫിലിം മേക്കിംഗ്. ധാരാളം ചോയ്സസ് ഒരു ഫിലിം മേക്കർക്ക് എടുക്കേണ്ടി വരും. ഇന്ന ആംഗിൾ വേണോ, ഇന്ന ആംഗിൾ എടുത്താൽ മതിയോ, ലൈറ്റ് എത്ര നേരം നിൽക്കും, അങ്ങനെ ദർ ആർ മില്യൺ ചോയ്സസ് എ ഫിലിം മേക്കർ മസ്റ്റ് മേക്ക്. ഈ സീനിൽ ഈ ഷോട്ടിൽ തുടങ്ങണോ, ആ ഒരു ഷോട്ടിൽ തുടങ്ങണോ, ആക്ടർ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂം ഗ്രീൻ വേണോ, റെഡ് വേണോ, ഇതെല്ലാം ഫിലിം മേക്കറിന് മുമ്പിലുള്ള ചോയ്സാണ്. ഹി ടേക്സ് ദോസ് ചോയ്സസ് ഓട്ടോമാറ്റിക്കലി ബിക്കോസ് ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് ഹിസ് വിഷൻ. പക്ഷേ അത് മറ്റ് സഹപ്രവർത്തകരോടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവരിലൂടെ ഇത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇൻറ്റൻസ് കമ്മ്യൂണിക്കേഷൻ ഗെയിമാണ് ഫിലിം മേക്കിംഗ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസാണ്. ഞാനത് എൻജോയ് ചെയ്യുന്ന എക്സ്പീരിയൻസാണ്. സ്ട്രെസ് എന്നുള്ള വാക്കിലേക്ക് ഞാനിത് കണക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് എൻ്റെ കൂടെയുള്ള ആളുകളുമായിട്ട് എൻ്റെ ഫിലിം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നൊരു മുഹൂർത്തമാണ്. സംവിധായകരും അഭിനേതാക്കളും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ചിലർ സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, കഥാപാത്രങ്ങളുടെ ഇപ്പോൾ മാനസികാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്, ചിലർ അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. ശ്യാമപ്രസാദ് എന്ന സംവിധായകൻ എങ്ങനെയാണ്? എല്ലാ മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. ചില കഥാപാത്രങ്ങൾക്ക് അത്ര കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഏറെക്കുറെ പ്രകടമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും. നേരെ ചില കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ടൈമിൻ നമ്മളുടെ ഇൻ്റലക്റ്റും എനർജിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം അത് ഈ സിനിമയുടെ കലാപരമായിട്ടുള്ള വിജയത്തിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഫോമായിരിക്കും. അപ്പോൾ കഥാപാത്രത്തെ ചിത്രീകരിക്കുന്നതിനുണ്ടാവുന്ന ചെറിയ ചില ഡീറ്റെയിലിങ്സ്, നുവാൻസസ്, അപ്പോൾ അത് അഭിനേതാക്കളുമായിട്ട് സംസാരിക്കുകയാണ് എൻ്റെ പതിവ്. അഭിനയിച്ച് കൊടുക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ ചിലപ്പോൾ നമ്മളറിയാതെ നമ്മളത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് അഭിനയത്തിൻ്റെ ലെവലിലേക്ക് തന്നെ എത്തും. നമ്മൾ ആ വികാരത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടത് പറയുന്നതാണോ, അപ്പോൾ ഒബ്വിയസ്ലി അത് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്ന പോലെ തോന്നും. പക്ഷെ അതെല്ലാം അവർക്കൊരു ക്യൂ മാത്രമാണ്. അല്ലാതെ ഇപ്പോൾ ചുണ്ട് കടിച്ച് പിടിക്കണം എന്ന് ഞാൻ പറയാറില്ല. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മെക്കാനിക്കലായിട്ടൊരു ആക്ഷനായിട്ട് മാത്രം അഭിനയത്തെ കാണുന്നത് എനിക്കിഷ്ടമല്ല. അഭിനേതാക്കളിൽ നിന്നും ഒളിച്ചു വയ്ക്കുകയും അവർക്ക് ഇതിൻ്റെ ഒരു മൊത്തം ഫ്രെയിം വർക്ക് എന്താണെന്ന് അറിയാതിരിക്കുകയും ചെയ്യുന്ന സംവിധായകരുണ്ട്. അത് വേറൊരു വഴിയാണ്. എനിക്ക് അവരുടെ കൂടി അനുഭവങ്ങളും അവരുടെ ചിന്തകളും കൂടി എൻ്റെ ഇതിൽ വന്നു ചേരണമെന്ന് എനിക്കുണ്ട്. അത് എൻ്റെ ഒരു ചിന്തയുടെ വാലിഡേഷൻ കൂടിയാണ്, അതിനെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഓരോ മെത്തേഡ് ഓരോരുത്തർക്കായി ഉപയോഗിക്കാറുണ്ട്. ചില ആളുകളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ രീതിയിൽ നമ്മൾ ഈ കഥയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ നമ്മളവരെ പ്രൊവോക്ക് ചെയ്യാറുണ്ട്. പുതിയ അഭിനേതാക്കളുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവരെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി കുറേയധികം സമയം പ്രിപ്പറേഷൻ എടുക്കാറുണ്ട്. ആ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ സിനിമയുടെ സിറ്റുവേഷൻസ് വേറെ രീതിയിൽ ഇംപ്രവൈസ് ചെയ്ത് അവരെ അവരുടെ ബോഡി കൊണ്ടും ശബ്ദം കൊണ്ടും എക്സ്പ്ലോർ ചെയ്യിക്കാറുണ്ട്. സോ ദർ ആർ ഓൾ കൈൻഡ്സ് ഓഫ് മെത്തേഡ്സ്. പല അഭിനേതാക്കളും പല രീതിയാണ് ആവശ്യം. ഒരു സംവിധായകൻ എന്ന നിലയിൽ ശ്യാമപ്രസാദ് എന്ന സംവിധായകനെ സ്വയം എങ്ങനെ വിലയിരുത്തുന്നു? ഓരോ സിനിമ കഴിയുന്തോറും ഞാൻ എൻ്റെ ഫിലിം മേക്കിങ്ങിലുള്ള എഫക്റ്റീവ്നെസ്, എൻ്റെ സ്കില്ലിനെ ഇമ്പ്രൂവ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സിനിമ ചെയ്യുന്നതോടൊപ്പം സിനിമയുടെ ആശയവും സിനിമയുടെ ഭാവവും എല്ലാം പകർന്നു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ആസ് എ ഫിലിം മേക്കർ ഞാൻ എൻ്റെ ഓഡിയൻസിനെ എൻലാർജ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കൂടുതൽ ആളുകളിലേക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാതെ എങ്ങനെ എത്താൻ പറ്റും. സോ ഐ എം ഓൺലി ഇൻ ദാറ്റ് പ്രോസസ്. ഗ്രേറ്റ് ഫിലിം മേക്കേഴ്സ് എന്ന് ഞാൻ കാണുന്ന ആളുകളുടെ ബെസ്റ്റ് വർക്കുകൾ എൻ്റെ മാർഗദർശകമായിട്ട് എന്നും ഉണ്ട്. ഐ എം ട്രൈങ് ടു റീച്ച് ദെയർ ഇൻ മൈ ഓൺ വേ. നിലവിലുള്ള സാഹചര്യങ്ങളെ വലുതായി അപ്സെറ്റ് ചെയ്യാതെ ഏതെങ്കിലും ഒരു ലേബലിൻ്റെ ഭാഗമായിട്ട് മാറാതെ ഒരു സ്വന്തം എക്സ്പ്രഷനായിട്ട് ഞാൻ കാണുകയും ഞാൻ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന സിനിമകൾ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഐ മീൻ ദാറ്റ് പ്രോസസ്. എന്നെ വിലയിരുത്തേണ്ടത് ശരിക്കും പ്രേക്ഷകരാണ്.